ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് സിലബസിൻ്റെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമാനിസം അഥവാ മാനവികത പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ഈ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ റിനൈസൻസ്. റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവോത്ഥാനം. നമ്മുടെ ആൻഷ്യൻ യൂറോപ്പിൻ്റെ റിനൈസൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ പറയുന്നത്. ഇതിൽ മെയിനായിട്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂഡലിസത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടിനെന്റ് അതിൻ്റെ മോഡേൺ ഇയറ ഇന്ന് കാണുന്ന ഈ ഒരു മോഡേൺ ചിന്താഗതിയിലേക്കും റാഷണലിസം, നോളേജ്, അങ്ങനത്തെ ആ ഒരു ഇന്നത്തെ മോഡേൺ ഇറയിലേക്ക് ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. എങ്ങനെ അവർ ഈ ഒരു ചേഞ്ചിലേക്ക് അവരെത്തി, എന്തൊക്കെ സാഹചര്യങ്ങളാണ്, എന്തൊക്കെ സർക്കംസ്റ്റാൻസസ് ആണ് അവരുടെ ഈ ഒരു ചേഞ്ചിലേക്ക് ലീഡ് ചെയ്തത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം അതിന് മെയിനായിട്ട് ഒരുപാട് ഫിലോസഫേഴ്സിൻ്റെ ചിന്താഗതികളും അവരുടെ തോട്ട്സ് മൊത്തം എല്ലാവരും തോട്ട്സിൻ്റെ ഒരു സ്പ്രെഡൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ ഈ ഒരു ചേഞ്ച് വരുത്തിയത്. ആൻഡ് ഓൾസോ വൺ ഓഫ് ദ മെയിൻ റീസൺ വിച്ച് ലീഡ്സ് ടു ദ ചേഞ്ച് ഈസ് ഓൾസോ ദ ബ്ലാക്ക് ഡെത്ത്. അതൊരു ഡിസീസ് ആയിരുന്നു, എപ്പിഡമിക്, വിച്ച് ഈസ് സ്പ്രെഡ് ഇൻ യൂറോപ്പിൽ സ്പ്രെഡ് ചെയ്തിരുന്ന ഒരു അസുഖമായിരുന്നു. അത് എങ്ങനെ നമ്മുടെ ഈ ഒരു റിനൈസൻസ് എന്നുള്ളൊരു തോട്ടിലേക്ക്, ഹ്യൂമാനിസം എന്നുള്ളൊരു തോട്ടിലേക്ക് എങ്ങനെ യൂറോപ്പിനെ എത്തിച്ചു നമുക്ക് ഈ ചാപ്റ്ററിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഓൾസോ റിനൈസൻസ് ഓരോ ഫീൽഡിലും, അതായത് ഇപ്പോൾ ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, അത് എല്ലാ ഫീൽഡിലും റിനൈസൻസ് എങ്ങനെ പ്രതിഫലിച്ചു എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്.